അടുത്ത പ്രോബ്ലം. ഇൻ എ റെയിൽവേ യാർഡ് ഗുഡ്സ് ട്രെയിൻസ് അറൈവ് അറ്റ് എ റേറ്റ് ഓഫ് 30 ട്രെയിൻസ് പെർ ഡേ. അറൈവ് എന്നാണ് പറഞ്ഞേക്കുന്നത്, 30 ട്രെയിൻസ് പെർ ഡേ എന്നാണ്. സോ ലാംഡ ഈക്വൽ ടു 30 പെർ ഡേ എന്ന് എഴുതാം. അസ്യൂമിങ് ദാറ്റ് ദ ഇൻ്റർ അറൈവൽ ടൈം ഫോളോസ് എക്സ്പൊണൻഷ്യൽ ഡിസ്ട്രിബ്യൂഷൻ ആൻഡ് സർവീസ് ടൈം ഡിസ്ട്രിബ്യൂഷൻ ഈസ് ഓൾസോ എക്സ്പൊണൻഷ്യൽ വിത്ത് ആൻ ആവറേജ് ഓഫ് 36 മിനിറ്റ്. ഇപ്പോൾ സർവീസ് ടൈമാണ് തന്നിരിക്കുന്നത്, മീൻ സർവീസ് ടൈമാണ് 36 മിനിറ്റ് എന്ന് തന്നിരിക്കുന്നത്. അപ്പോൾ 1/μ ആണ് 36 മിനിറ്റ്. ഓക്കെ, ലാംഡ തന്നിട്ടുണ്ട് 30 പെർ അവർ പെർ ഡേ എന്നും, മീൻ അതായത് സർവീസ് ടൈമാണ് തന്നിരിക്കുന്നത് 1/μ എന്ന് പറയുന്നത് 36 മിനിറ്റ്സ് എന്നും തന്നിട്ടുണ്ട്. അപ്പം 1/μ മ്യൂയിലേക്ക് ആക്കുമ്പോൾ എന്താവും, 1/36 മിനിറ്റ്സ് എന്നാവും. അപ്പം 1/36 പെർ മിനിറ്റ് എന്നുള്ളതിനെ ഡേയിലേക്ക് കൺവേർട്ട് ചെയ്യണമെങ്കിൽ 1/36 പെർ മിനിറ്റിനെ ഡേയിലേക്ക് കൺവേർട്ട് ചെയ്യണമെങ്കിൽ ആദ്യം അവറിലേക്ക് കൺവേർട്ട് ചെയ്യണമെങ്കിൽ 60 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അവറിനെ ഡേയിലേക്ക് വരുത്തണമെങ്കിൽ ഇൻറ്റു 24 അല്ലേ, 24 അവേഴ്സാണ് 1 ഡേ എന്ന് പറയുന്നത്. ഇവിടെ ഫുൾ ഡേ എന്നുള്ള ഉദ്ദേശിച്ചാണ് ഇവിടെ പറഞ്ഞേക്കുന്നത്, അല്ലാതെ ഡെയിലി ഇത്ര അവർന്ന് അവർ പറഞ്ഞിട്ടില്ല. സോ ഇൻറ്റു 24 ചെയ്യണം. അപ്പം മ്യൂ എന്ന് പറയുന്നതും എന്തിൽ കിട്ടും, പെർ ഡേയിൽ കിട്ടും. അപ്പോൾ ഒന്നുകൂടെ പറയാം, ലാംഡ എന്ന് പറയുന്നത് 30 ട്രെയിൻസ് പെർ ഡേ എന്നാണ് തന്നിരിക്കുന്നത്. 1/μ ആണ് തന്നിരിക്കുന്നത്. അതിനെ മ്യൂയിലേക്ക് കൺവേർട്ട് ചെയ്ത് കഴിയുമ്പോൾ അത് മിനിറ്റിലാണ് കിടക്കുന്നത്. ആ മിനിറ്റിനെയും എന്തിലേക്കാക്കണം, ഡേയിലേക്ക് കൺവേർട്ട് ചെയ്യണം. ഓക്കെ, അപ്പോൾ മിനിറ്റിലെ ഡേയിലേക്ക് കൺവേർട്ട് ചെയ്യാൻ എന്ത് ചെയ്യണം, പെർ മിനിറ്റിൽ കിടക്കുന്നതിനെ, പെർ മിനിറ്റാണ് കിടക്കുന്നത്, പെർ മിനിറ്റിൽ കിടക്കുന്നതിനെ പെർ ഡേയിലേക്ക് കൺവേർട്ട് ചെയ്യണമെങ്കിൽ ഇൻറ്റു 60 ഇൻറ്റു 24 കൊണ്ടും 60 കൊണ്ടും മൾട്ടിപ്ലൈ ചെയ്യണം. ഇനി എന്താണ് ചോദിച്ചിരിക്കുന്നത്, ദ മീൻ ലൈൻ ലെങ്ത്ത്. മീൻ ലൈൻ ലെങ്ത്ത് എന്ന് പറഞ്ഞാൽ മീൻ ക്യൂ ലെങ്ത്ത്. മീൻ ക്യൂ ലെങ്ത്ത് എന്താണ്, LQ ആണ്. മീൻ ക്യൂ ലെങ്ത്ത് എന്ന് പറയുന്നത് LQ ആണ് കണ്ടുപിടിക്കേണ്ടത്. LQൻ്റെ ഫോർമുല അറിയാലോ, ഫോർമുലയ്ക്കകത്ത് ഇട്ട് കൊടുത്താൽ മതി. ദ പ്രോബിലിറ്റി ദാറ്റ് the Q size exceeds 10. Probability that Qൻ്റെ സൈസ് exceed 10. That is probability of n greater than 10. Exceeds 10 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ probability of n greater than 10. n greater than 10ൻ്റെ ഫോർമുല എന്താണ് വരുന്നത്, ലാംഡ ബൈ മ്യൂ ദ ഹോൾ റേസ് ടു n+1 അല്ലേ. അതായത് ഇവിടെ വരുന്നത് 10+1 എന്ന് വരും. ലാംഡ ബൈ മ്യൂ ദ ഹോൾ റേസ് ടു 10+1 ആണ് പ്രോബിലിറ്റി ദാറ്റ് ദ ക്യൂ സൈസ് എക്സീഡ്സ് 10 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അടുത്ത തേർഡ് ക്വസ്റ്റ്യൻ നോക്കിക്കേ. ഇഫ് ദ ഇൻപുട്ട് ഓഫ് ട്രെയിൻസ് ഇൻക്രീസ് ടു ആൻ ആവറേജ് 33 പെർ ഡേ. ഇൻപുട്ട് എന്ന് പറയുന്നത് അതായത് അറൈവൽ റേറ്റ് ചേഞ്ച് ചെയ്യുവാണ്. ഇഫ് ദ അറൈവൽ റേറ്റ് ചേഞ്ച് ചെയ്യുവാണ്, എത്രയാണ്, 30 ട്രെയിൻസ് പെർ ഡേ എന്നുള്ളത് 33 പെർ ഡേ ആവുകയാണെങ്കിൽ വാട്ട് വിൽ ബി ദ ചേഞ്ച് ഇൻ 1ഉം 2ലും ഉണ്ടാകുന്ന ചേഞ്ച് എന്താണ്. അപ്പം പുതിയ ലാംഡ വെച്ച് നമ്മൾ എന്ത് കണ്ടുപിടിക്കണം, 1ഉം 2ഉം കണ്ടുപിടിക്കണം. ഏതിനും മാറ്റമില്ല, മ്യൂവിനും മാറ്റമില്ല. അപ്പോൾ നമ്മളിവിടെ ലാംഡ ഡാഷ് എന്ന് പറഞ്ഞെടുത്തു. ലാംഡ ഡാഷ് എന്ന് പറയുന്നത് എത്രയാണ്, 33 പെർ ഡേ. 33 പെർ ഡേ ആണ് ലാംഡ ഡാഷ്. മ്യൂവിന് വ്യത്യാസമുണ്ടോ, ഇല്ല. മ്യൂ ഈക്വൽ ടു 40 തന്നെയാണ്. മ്യൂ ഈക്വൽ ടു 40 പെർ ഡേ തന്നെ കിട്ടും, അല്ലെ, തന്നിട്ടുണ്ട്. അപ്പോൾ ഇനി എന്ത് കണ്ടുപിടിക്കണം, അത് ആ ലാംഡ ഡാഷ് ഉപയോഗിച്ച് LQ കണ്ടുപിടിക്കാം. അപ്പം പുതിയ LQനെ LQ ഡാഷ് എന്നും LQ ഡാഷ് എന്ന് പറഞ്ഞ് എഴുതുക. പുതിയ LQനെ LQ ഡാഷ്. ദെൻ ചേഞ്ച് എന്താണ് ചേഞ്ച് എന്നല്ലേ ചോദിച്ചിരിക്കുന്നത്. അപ്പം പുതിയ കിട്ടിയ LQ ഡാഷും പഴയ LQവും തമ്മിലുള്ള ചേഞ്ച് എന്താണ്, ആ ഡിഫറൻസ് ആണ് ചേഞ്ച് ഇൻ 1ലുണ്ടാകുന്നത്. അതുപോലെ തന്നെ പ്രോബിലിറ്റി ഓഫ് n ഗ്രേറ്റർ ദാൻ 10 അല്ലേ. അപ്പോൾ ഇവിടെ ലാംഡയുടെ വാല്യൂ മാറി. അപ്പോൾ പുതിയ ലാംഡ വെച്ചുള്ളത് എന്താണെന്ന് കണ്ടുപിടിച്ചിട്ട് അതാണ് പുതിയതിൽ നിന്ന് പഴയത് കുറയ്ക്കുന്നതാണ് ചേഞ്ച് ഇൻ 2. ഇത്രയേ ഉള്ളൂ അതിനകത്ത് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളൂ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. Customers arrive at a watch repair shop according to a Poisson process at a rate of 1 per every 10 minutes. 1 per every 10 minutes. ഏത് 10 മിനിറ്റ്സിനും ഒരാളാണ് വരുന്നത്. അപ്പം പെർ മിനിറ്റിൽ എത്രയായിരിക്കും, 1/10 അല്ലേ. സോ ദ അറൈവൽ റേറ്റ് ലാംഡ ഈക്വൽ ടു 1/10 പെർ മിനിറ്റ് എന്ന് എഴുതാം. 1 per every 10 minutes. ഓരോ 10 മിനിറ്റ് കൂടുമ്പോഴും ഒരാൾ, അതായത് ഒരു മിനിറ്റിൽ 1/10 ആണ് കസ്റ്റമേഴ്സ് അറൈവ് ചെയ്യുന്നത്. ആൻഡ് ദ സർവീസ് ടൈം ഈസ് ആൻ എക്സ്പൊണൻഷ്യൽ റാൻഡം വേരിയബിൾ വിത്ത് മീൻ 8 മിനിറ്റ്സ്. മീൻ 8 മിനിറ്റ്സ്. സോ 1/μ ഈക്വൽ ടു 8. 1/μ 8 ആണെങ്കിൽ മ്യൂ ഈക്വൽ ടു 1/8 പെർ മിനിറ്റ്. അപ്പോൾ 2 മിനിറ്റിലാണല്ലോ തന്നേക്കുന്നത്. ഓക്കെ, ദ ആവറേജ് നമ്പർ ഓഫ് കസ്റ്റമേഴ്സ് ഇൻ ദ ഷോപ്പ്. ആവറേജ് നമ്പർ ഓഫ് കസ്റ്റമേഴ്സ് ഇൻ ദ ഷോപ്പ്. ഷോപ്പിലുള്ള
ആവറേജ് നമ്പർ ഓഫ് കസ്റ്റമേഴ്സ്. LQ ആണോ LS ആണോ? LS ആണ്, ഷോപ്പിലുള്ളതെന്നാണ് പറഞ്ഞേക്കുന്നത്. അത് സർവീസ് കിട്ടുന്നതെന്നൊന്നും ചോദിച്ചിട്ടില്ല, ഷോപ്പിലുള്ളതെന്ന് പറഞ്ഞേക്കുന്നതാണ് LS ഈക്വൽ ടു, ഇവിടെ മോഡൽ 1 ആണെന്നൊക്കെ ഡിഫൈൻ ചെയ്ത് തന്നിട്ടുണ്ട് കേട്ടോ. LS എത്രയാണെന്ന് കണ്ടുപിടിക്കുക. LSൻ്റെ ഫോർമുല ഇട്ട് കൊടുക്കുക. ദ ആവറേജ് വെയിറ്റിംഗ് ടൈം എ കസ്റ്റമർ സ്പെൻഡ് ഇൻ ദ ഷോപ്പ്. ആവറേജ് വെയിറ്റിംഗ് ടൈം എ കസ്റ്റമർ സ്പെൻഡ് ഇൻ ദ ഷോപ്പ്. ഷോപ്പിൽ സ്പെൻഡ് ചെയ്ത്, അതായത് ഷോപ്പിൽ ഫുൾ സർവീസ് കിട്ടാതെ ഷോപ്പിൽ നിന്ന് ഇറങ്ങാൻ പറ്റില്ലല്ലോ. ആവറേജ് വെയിറ്റിംഗ് ടൈം, സോ WS ആണ് അടുത്തത്. കണ്ടോ, സെക്കൻഡ് വൺ WS കണ്ടുപിടിക്കുക. തേർഡ് വൺ എന്താണ്? ദ ആവറേജ് ടൈം എ കസ്റ്റമർ സ്പെൻഡ് ഇൻ വെയിറ്റിംഗ് ഫോർ സർവീസ്. സർവീസിന് വേണ്ടി വെയിറ്റ് ചെയ്യുക, അതായത് ക്യൂവിൽ വെയിറ്റ് ചെയ്യുക. ആവറേജ് ടൈമാണ് ചോദിച്ചിരിക്കുന്നത്, സോ WQ. ദെൻ യൂട്ടിലൈസേഷൻ ഫാക്ടർ റോ, അതാണ് കണ്ടുപിടിക്കേണ്ടത്. WQ യൂട്ടിലൈസേഷൻ ഫാക്ടർ അടുത്ത റോയുമാണ് കണ്ടുപിടിക്കേണ്ടത്. അടുത്ത നോക്കിയേ, ഇൻ എ സ്റ്റോർ ദർ ഈസ് ഓൺലി 1 ക്യാഷ്യർ അറ്റ് ഇറ്റ്സ് കൗണ്ടർ. അതായത് സർവീസ് സ്റ്റാൻഡിൽ ഒന്നേ ഉള്ളൂ. 9 കസ്റ്റമർ അറൈവ് ഓൺ ആൻ ആവറേജ് 5 minutes വൈൽ ദ ക്യാഷ്യർ ക്യാൻ സെർവ് 10 കസ്റ്റമേഴ്സ് ഇൻ 5 minutes. അറൈവ് ചെയ്യുന്നത് എങ്ങനെയാണ്? ആൻ ആവറേജ് 9 കസ്റ്റമേഴ്സ്, 9 കസ്റ്റമേഴ്സ് അറൈവ് ഓൺ ആൻ ആവറേജ് ഓഫ് 5 minutes. 5 മിനിറ്റ് കൂടുമ്പോൾ 9 കസ്റ്റമേഴ്സ്. അപ്പോൾ ഒരു മിനിറ്റിൽ 9/5 പെർ മിനിറ്റ്. 9/5 പെർ മിനിറ്റ് ആണ് അറൈവൽ റേറ്റ്. ആൻഡ് സർവീസ് ചെയ്യുന്നത് എങ്ങനെയാണ്? 10 കസ്റ്റമേഴ്സ് ഇൻ 5 minutes. 5 മിനിറ്റിൽ 10 കസ്റ്റമേഴ്സിന്. സോ 10/5 പെർ മിനിറ്റ് ആണ് സർവീസ് റേറ്റ്. 10/5 മിനിറ്റ് ആണ് സർവീസ് റേറ്റ് എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ദ ആവറേജ് നമ്പർ ഓഫ് കസ്റ്റമേഴ്സ് ഇൻ ദ സിസ്റ്റം, ആവറേജ് നമ്പർ ഓഫ് കസ്റ്റമേഴ്സ് ഇൻ ദ സിസ്റ്റം, ദറ്റ് ഈസ് LS. ആവറേജ് നമ്പർ ഓഫ് കസ്റ്റമേഴ്സ് ഇൻ ദ സിസ്റ്റം എന്ന് പറയുന്നത് LS. ദ ആവറേജ് നമ്പർ ഓഫ് കസ്റ്റമേഴ്സ് ഇൻ ദ ക്യൂ ഓർ ആവറേജ് ക്യൂ ലെന്ത്, ദറ്റ് ഈസ് LQ. ദ ആവറേജ് നമ്പർ എ കസ്റ്റമർ വെയിറ്റ്സ് ബിഫോർ ബീങ് സെർവ്ഡ്, WQ ബിഫോർ ബീങ് സെർവ്ഡ്. സർവീസ് കിട്ടുന്നതിന് മുമ്പുള്ള ടൈം എത്രയാണെന്നാണ് പറഞ്ഞേക്കുന്നത്. സോ WQ. അത് കഴിഞ്ഞിട്ട് എന്താണ് ചോദിച്ചിരിക്കുന്നത്? ദ ആവറേജ് ടൈം എ കസ്റ്റമർ സ്പെൻഡ് ഇൻ ദ സിസ്റ്റം, ദറ്റ് ഈസ് WS. ആൻഡ് ട്രാഫിക് ഇൻറ്റൻസിറ്റി എന്ന് പറയുന്നത് റോ. അപ്പോൾ ഇവിടെ എല്ലാം ക്വസ്റ്റ്യൻ വളരെ ഡയറക്റ്റ് ആയിട്ട് തന്നെയാണ് ചോദിച്ചിരിക്കുന്നത്. നേരെ ഫോർമുലയ്ക്കകത്ത് അപ്ലൈ ചെയ്താൽ മതി. അടുത്തത് നോക്കിക്കേ, കസ്റ്റമേഴ്സ് അറൈവ് അറ്റ് ഫസ്റ്റ് ക്ലാസ് ടിക്കറ്റ് കൗണ്ടർ ഓഫ് എ തിയേറ്റർ അറ്റ് എ റേറ്റ് ഓഫ് 12 per hour. 12 per hour ആണ് തന്നേക്കുന്നത്. സോ ലാംഡ ഈക്വൽ ടു 12 per hour. ദർ ഈസ് 1 clerk സർവീസിങ് ദ കസ്റ്റമേഴ്സ് അറ്റ് എ റേറ്റ് ഓഫ് 30 per hour. അതായത് മ്യൂ ഈക്വൽ ടു 30 per hour. ഇവിടെ ദർ ഈസ് 1 clerk എന്നുണ്ട്, അപ്പം MM1 ആണെന്നാണ് അവിടെ സ്പെസിഫൈ ചെയ്ത് തരുന്നത്. What is the probability that there is no customers at the counter? There is no customers at the counter. കൗണ്ടറിൽ ഒരു കസ്റ്റമർ പോലും ഇല്ലാതിരിക്കാനുള്ള പ്രോബിലിറ്റി P0 അല്ലേ? P0 ആണ്. There is no customers ആ കൗണ്ടറിൽ ഒരു കസ്റ്റമർ പോലും ഇല്ലാതിരിക്കുന്ന P0. What is the probability that there are more than 2 customers at the counter? More than 2 customers at the counter, probability of n more than 2 customers എന്നാണ് ചോദിച്ചിരിക്കുന്നത്. Probability of n greater than 2. More than 2 customers എന്ന് പറയുമ്പോൾ n greater than 2. What is the probability that there is no customers waiting to be served? സർവീസിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നില്ല, അതായത് സർവീസിന് വേണ്ടി ഒരു വെയിറ്റ് ചെയ്യേണ്ട സാഹചര്യം ഇല്ലാതാകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഒരു കസ്റ്റമർ പോലും ഇല്ലെങ്കിൽ സർവീസിന് വേണ്ടി വെയിറ്റ് ചെയ്യേണ്ട. ഇനി ഒറ്റ കസ്റ്റമറേ ഉള്ളെങ്കിലോ അയാൾക്ക് ഓൾറെഡി സർവീസ് കിട്ടിക്കൊണ്ടിരിക്കുക, അപ്പം മറ്റ് വരുന്ന ആൾ വെയിറ്റ് ചെയ്യേണ്ട കാര്യം ഉണ്ടാവും ഇല്ല. അയാൾ വരുമ്പോഴത്തേക്ക് എന്താണ്, അയാൾക്ക് സർവീസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കാരണം പെട്ടെന്ന് തന്നെ അടുത്ത സർവീസ് കിട്ടും. ഓക്കെ, അപ്പോൾ ഇവിടെ പ്രോബിലിറ്റി ദാറ്റ് ദർ ഈസ് നോ കസ്റ്റമർ വെയിറ്റിംഗ് ടു ബി സെർവ്ഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രോബിലിറ്റി ഓഫ് നോ കസ്റ്റമർ പ്ലസ് പ്രോബിലിറ്റി ഓഫ് 1 കസ്റ്റമർ, അതായത് P0 പ്ലസ് P1 ആണ്. കാരണം ഒരു കസ്റ്റമർ പോലും ഇല്ലാത്തപ്പോഴും അതുപോലെ തന്നെ ഒരു കസ്റ്റമറേ ഉള്ളൂ, സർവീസ് കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു കസ്റ്റമറേ ഉള്ളെങ്കിലും എന്താണ്, വെയിറ്റ് ചെയ്യേണ്ട കാര്യം വരുന്നില്ല. സോ P0 പ്ലസ് P1 ആണ്. ദർ ഈസ് നോ കസ്റ്റമർ വെയിറ്റിംഗ് ടു ബി സെർവ്ഡ്. What is the probability that a customer is being served and nobody is waiting? ഒരു കസ്റ്റമർ സെർവ് ചെയ്യുന്നുണ്ട്, പക്ഷേ വേറെ ആരും തന്നെ വെയിറ്റിങ്ങിനില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സാക്ട്ലി 1 കസ്റ്റമർ എന്നാണ് അല്ലേ? ഒരു കസ്റ്റമർ ഉണ്ട്, അദ്ദേഹം അവിടെ സർവീസ് കിട്ടിക്കൊണ്ടിരിക്കുകയാണ്, വേറെ ആരും വെയിറ്റിങ്ങിനില്ല എന്ന് പറഞ്ഞാൽ എക്സാക്ട്ലി 1 കസ്റ്റമർ, ദറ്റ് ഈസ് P1 കണ്ടുപിടിക്കുക. ഓക്കെ, അടുത്ത ഇതുപോലെ തന്നെ നിങ്ങളതിനകത്തുനിന്ന് ലാംഡ എന്താണെന്നും മ്യൂ എന്താണെന്നും എഴുതണം. എവറി 4 minutes ഓൺ ദ ആവറേജ് സർവീസ് റേറ്റ് ഒക്കെ തന്നിട്ടുണ്ട്. ലാംഡ എന്താണെന്നും മ്യൂ എന്താണെന്നും എഴുതുക.
വാട്ട് ഈസ് ദ ആവറേജ് നമ്പർ ഓഫ് കസ്റ്റമേഴ്സ് വെയിറ്റിംഗ് ഫോർ സർവീസ്. ആവറേജ് നമ്പർ ഓഫ് കസ്റ്റമേഴ്സ് വെയിറ്റിംഗ് ഫോർ സർവീസിന് വേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. സർവീസിന് വേണ്ടി വെയിറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ സർവീസ് കിട്ടിയില്ല. അപ്പം LQ ആണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ. LQ എന്ന് പറയുന്നതാണ് ചോദിച്ചിരിക്കുന്നത്. ദെൻ ഹൗ ലോങ് ക്യാൻ എ കസ്റ്റമർ എക്സാക്ട് ടു വെയിറ്റ് ഫോർ സർവീസ്. സർവീസിന് വേണ്ടി എത്രമാത്രം അവർ വെയിറ്റ് ചെയ്യേണ്ടി വരും. എന്താണ് WQ ആണ് ചോദിച്ചിരിക്കുന്നത്. സർവീസിന് വേണ്ടി അവരെന്തുമാത്രം വെയിറ്റ് ചെയ്യേണ്ടി വരും. വാട്ട് ഈസ് ദ പ്രോബിലിറ്റി ദാറ്റ് എ കസ്റ്റമർ വിൽ സ്പെൻഡ് ലെസ് ദാൻ 50 minutes വെയിറ്റിംഗ് ഫോർ ആൻഡ് ഗെറ്റിംഗ് സർവീസ്. ലെസ് ദാൻ 50 minutes, 5 മിനിറ്റിൽ കുറവാകുക. ദറ്റ് ഈസ് പ്രോബിലിറ്റി ഓഫ് WS ലെസ് ദാൻ 15 എന്നാണ് പറഞ്ഞേക്കുന്നത്. 15 കുറവ് ടൈം വെയിറ്റ് ചെയ്യുക എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അടുത്തത് മോർ ദാൻ 10 minutes എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ WS ലെസ് ദാൻ 50 minutesഉം WS ഗ്രേറ്റർ ദാൻ 10 minutesൻ്റെയും പ്രോബിലിറ്റിയാണ് ആദ്യത്തെ രണ്ടെണ്ണമായിട്ട് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതെല്ലാം ഫോർമുലയ്ക്കകത്ത് അപ്ലൈ ചെയ്യാനുള്ളൂ. WS ഗ്രേറ്റർ ദാൻ 50 എന്നുള്ള WS ഗ്രേറ്റർ ദാൻ T എന്നുള്ളതിൻ്റെ ഫോർമുലയാണ് e⁻ μ - λ × T എന്ന് പറയുന്നത്. അപ്പം WS ലെസ് ദാൻ എന്ന് പറയുമ്പോൾ 1 - ചെയ്താൽ മതി അല്ലേ. പ്രോബിലിറ്റി നിങ്ങൾ പഠിച്ചിട്ടുള്ളതാണല്ലോ. അപ്പോൾ അതുപോലെ തന്നെയുള്ള ക്വസ്റ്റ്യനാണ് അടുത്തതും കിടക്കുന്നത്. അപ്പോൾ അടുത്തത് തന്നെ ചെയ്ത് നോക്കുക. ഓക്കെ.